രാവിലെ ഇവരെന്തോ ഒരു പിക്കിട്ടു. അതായത് ഇവരുടെ നിപ്പിൾ എന്തോ കൈവച്ചുകൊണ്ടിരിക്കുന്നതോ എന്തോ പറഞ്ഞൊരു പിക്കിട്ടു. പിക്കിട്ടിട്ട് അവയെ ഇവരത് ഡിലീറ്റ് ചെയ്തു എന്ന് പറയാം. അപ്പം എൻ്റെ ലിപ്പ് വീഡിയോ വൈറലാക്കി തന്ന ആ സഹോദരന് എൻ്റെ എല്ലാവിധ താങ്ക്സും. ഈ ഒരു വീഡിയോയിൽ പ്രധാനമായിട്ട് പറയുന്നത്, കഴിഞ്ഞ വീഡിയോക്കകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളിനകത്ത് ലക്ഷ്മി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. പോലെ തന്നെ ആ സ്ത്രീയും വല്ലാതെ റിയാക്ട് ചെയ്യുന്ന ആ ഒരു സ്ത്രീയും കുറച്ച് കാര്യങ്ങൾ പറയുകയുണ്ടായി. അതിൽ അവർ വ്യക്തമായി രണ്ടുപേരും കോമൺ ആയിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന പോയിന്റാണ് ഇവരുടെ ഫോട്ടോസും കാര്യങ്ങളും ഏതെങ്കിലും അശ്ലീല സൈറ്റുകളിലും മറ്റും അങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വിപത്തിനെ കുറിച്ചിട്ടും കാര്യങ്ങളെ കുറിച്ചിട്ടും. അപ്പൊ അത്തരത്തിൽ അതിനെ സാധൂകരിക്കുന്ന അല്ലെങ്കിൽ അതിനെ ശരിവെക്കുന്ന രീതിയിലുള്ള കുറച്ച് സാധനങ്ങളൊക്കെ എന്താണ് ക്രോമിനകത്തും ഗൂഗിളിനകത്തും ഒക്കെ കിടന്ന് കറങ്ങുന്നുണ്ട്. ലൈക്ക് രേണുസുധീന്റെ ഈ പ്രോൺ വീഡിയോസ്, രേണുസുധീന്റെ അത്തരത്തിലുള്ള വൾഗർ ആയിട്ടുള്ള സെക്സ് വീഡിയോസ്, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളെല്ലാം ചില സൈറ്റുകളിൽ അവൈലബിൾ ആണ് എന്ന രീതിയിൽ ചില ഹെഡിങ്സും കാര്യങ്ങളൊക്കെ കാണാനിടയായി. അപ്പോൾ ഇത് ശരിയാണോ എന്നൊക്കെ നോക്കിയ സമയത്ത് സ്ക്രീൻഷോട്ടോടെ ബ്ലർ ചെയ്ത് കാണിക്കാം. ഇങ്ങനെ ശരിയാണ്, സംഭവം ശരിയാണ്, പരിധി നോക്കിയാൽ വേണ്ടി നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പം അതില് രേണുസുധിയുടെ പേര് വെച്ചിട്ട് ഇങ്ങനെ എന്താണ് മോശപ്പെട്ട വീഡിയോസ്, അശ്ലീല ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ സൈറ്റ്സിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇവരുടെ വിചാരം ഇവരിങ്ങനെ സബ്സ്ക്രിപ്ഷൻ വഴി നാലാൾക്കാരെ വീഡിയോ കാണിച്ചെന്ന് കരുതിയിട്ട് ഇവർക്ക് യാതൊരു തരത്തിലുള്ള നെഗറ്റിവിറ്റി സ്പ്രെഡ് ആവുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഒരു വൃത്തികെട്ട സ്ത്രീ, ഒരു സ്ത്രീ എത്രത്തോളം സ്വന്തം ശരീരം വെച്ച് തരം താഴാൻ പറ്റുമോ അങ്ങനെയുള്ള ഒരു തരം താഴലിന്റെ പീക്ക് ലെവലാണ് ഈ സൈറ്റുകളിലൊക്കെ പേര് വരിക. അതും മോശപ്പെട്ട രീതിയിൽ ആ പേരുകൾ അവിടെ വരിക. ലൈക്ക് സണ്ണി ലിയോണി, മിയ ഖലീഫ, പിന്നെ ആരാണ് രശ്മി, വേറെ ആരാണ്ടൊക്കെ ഉണ്ടല്ലോ കേരളത്തിൽ തന്നെ അങ്ങനത്തെ കുറച്ച് ആളുകൾ, രഹന ഫാത്തിമയോ അങ്ങനെ ആരാണ്ടൊക്കെയോ. അപ്പോൾ അവരുടെയൊക്കെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റുന്ന ഒരാളിലോട്ട് ഇവർ കടന്നു ചെന്നു എന്നുള്ളതാണ് വാസ്തവം. എത്രയൊക്കെ പറഞ്ഞാലും എന്തൊക്കെ ചെയ്താലും അഹങ്കാരത്തിനൊരു കുറവും ഉണ്ടാവില്ല എന്നുള്ളത് പറഞ്ഞാൽ എന്താ ചെയ്യാലേ. ഇപ്പോൾ കുറച്ചു മുമ്പാണ് നമ്മുടെ ചാനലിനകത്ത് രേണുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരു സ്ത്രീ വളരെ ഭയാനകമായ രീതിയിൽ ഇവർക്കെതിരെ പൊട്ടിത്തെറിച്ച് ചെയ്യുന്ന ഒരു വീഡിയോ നമ്മൾ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ചാനലിനകത്തുണ്ട്. ഇതാണ് അതിന്റെ തംബ്നെയിൽ. ആവശ്യക്കാർ പോയി കാണുക. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ആയിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഒരു കാര്യം കമന്റും കൂടെ ചെയ്തേക്കാം. ആ വീഡിയോ പോസ്റ്റ് ചെയ്ത് കുറച്ച് കഴിഞ്ഞിട്ട് യൂട്യൂബിനകത്ത് വെറുതെ ഓരോ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് രാജ് ടോക്സിന്റെ ചാനലിനകത്ത് ഇവരെന്തോ രാവിലെ സബ്സ്ക്രിപ്ഷൻ ചാനലിനകത്ത് എന്തോ ഒരു ഫോട്ടോ ഇതാക്കിയെന്നും കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അത് ഡിലീറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ അത് കേട്ട സമയത്ത് ഞാനും കരുതി ഈ സ്ത്രീ ഇത്രയും മോശപ്പെട്ടൊരു സ്ത്രീയും കൂടി ആയിരുന്നു. ആദ്യം കുറച്ച് നാക്കിട്ട് കളി, ഉളുക്കിക്കളി, ഞെളിവിളി കൊണ്ട് കളിയൊക്കെ ആയിരുന്നു. ഇപ്പം അതിലും വേറെ ലെവൽ സാധനങ്ങളോട്ടൊക്കെ പോയോ എന്നായിരുന്നു ഞാൻ കരുതിയിരുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും മാസ്റ്റർ മൈൻഡ് മനുവിന്റെ ചാനലിനകത്ത് ആ സ്ക്രീൻഷോട്ട് സഹിതം വേറെ ചില വീഡിയോ ക്ലിപ്സും കാര്യങ്ങളും മറ്റും കാണാനിടയായി. അത് കണ്ടപ്പോൾ തീർച്ചയായും ഇവരെ ഒരുമ്പിട്ട് ഇറങ്ങിയേക്കാണെന്നുള്ളത്. ഇതാണ് ആ ഒരു ഫോട്ടോ. അവർ ചെസ്റ്റിന്റെ ആ ഒരു സൈഡിൽ വിരൽ വെച്ചിട്ട് ഇങ്ങനെ കാണിക്കുന്നതാണ്. അതിന്റെ സൈഡിൽ ഗുഡ് മോർണിംഗ് എന്നെങ്ങാണ്ടും എഴുതിയിട്ടുണ്ട്. നമ്മളത് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസിന്റെ ഭാഗമായിട്ട് ഫോട്ടോ ചെറുതായിട്ടൊന്ന് ബ്ലർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ വിരൽ വെച്ചിട്ട് രാജ് ടോക്സിന്റെ അകത്ത് പറഞ്ഞ പോലെ തന്നെയാണ് പുള്ളിക്കാരിന്റെ നിപ്പ്. ശരിയായിരുന്നു ആ ഫോട്ടോ എന്നുണ്ടെങ്കിൽ എന്തിനാണ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അത് ഡിലീറ്റ് ചെയ്ത് എന്നുള്ളതൊരു ചോദ്യമാണ്. ശരിയാണ്, ആ ഫോട്ടോയിൽ തകരാറൊന്നുമില്ല എന്നുണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. പക്ഷെ അത് അവർ ഡിലീറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. നമുക്ക് പിന്നെ അതൊന്നും സബ്സ്ക്രിപ്ഷനും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിൽ കയറി ചെക്ക് ചെയ്യാനും പരതാനൊന്നും പറ്റില്ല. അപ്പൊ ഇവരുടെ പോക്ക് ഇത് എങ്ങോട്ടാന്നുള്ളതാണ് എന്റെ ചോദ്യം. ഇവർക്ക് ഇവരുടെ മകനെ കുറിച്ചിട്ടൊന്നും യാതൊരു തരത്തിലുള്ള കൺസേണും ഇല്ല. വളർന്നു വരുന്ന സ്ത്രീ സമുദായത്തിനെ കുറിച്ചിട്ടില്ല. അവരെ പോലെ വിധവകളായിട്ട് സഫർ ചെയ്യുന്ന സ്ത്രീകളെ വെച്ച് നോക്കുന്ന സമയത്തിൽ അവർക്ക് അവരുടേതായ കാര്യം എങ്ങനെയെങ്കിലും പൈസ സമ്പാദിക്കണം എന്നുള്ള ഒരേ ഒരു വ്യഗ്രത. ഈ വ്യഗ്രത അവസാനം എവിടെ ചെന്ന് എത്തും എന്നതിനെ കുറിച്ചിട്ടും അവർക്ക് തന്നെ ശരിയായ ധാരണ ഉണ്ടാവില്ല എന്നുള്ളതാണ് ശരി. പിന്നെ തങ്കച്ചന് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞായിരുന്നല്ലോ, ഒരു സ്ത്രീ അതിശക്തമായ ഭാഷയിൽ തന്നെ വാട്സപ്പിൽ ഓഡിയോ സന്ദേശങ്ങൾ അയക്കുകയൊക്കെ ചെയ്തിട്ടും പുള്ളിയുടെ ഭാഗത്ത് പ്രോപ്പറായ ഒരു മറുപടി ഉണ്ടായിരുന്നില്ല. കാരണം അയാൾക്കൊന്നും പറയാനില്ല. മകൾ ഇങ്ങനെയാണ്, ഒരു അച്ഛനും ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ആ സ്ത്രീ ചെയ്ത് കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പോരാത്തതിന് ഇന്നിപ്പം കുറച്ചു മുമ്പ് പുള്ളിക്കാരിന്റെ ഒരു സ്റ്റോറി കാണാനിടയായി. ആ സ്റ്റോറിയിലെ ചെറിയൊരു വശമാണ് നമ്മൾ ആദ്യം പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ ഇവരെ വീഡിയോ ലീക്ക് ചെയ്ത ആൾക്കാരെ അധിക്ഷേപിച്ചുകൊണ്ടും ആക്ഷേപിച്ചുകൊണ്ടും സ്വന്തം നാറി വെളുത്തുകൊണ്ടാണ് ഒരു വീഡിയോ അവർ ചെയ്തിട്ടുള്ളത്. അതിൽ ചില കാര്യങ്ങൾ അവർ പറയുന്നത് കേൾക്കണം. നാണോ മാനോ ഇല്ലാത്ത സ്ത്രീ എന്നതിലുപരി വേറെ എന്തെങ്കിലും അവരെ വിളിക്കണമെന്ന് നമുക്ക് തോന്നും. എന്താണെങ്കിലും ആ വീഡിയോ പ്ലേ ചെയ്തുകൊണ്ട് നമുക്ക് സംസാരിക്കാം. അപ്പം എൻ്റെ ലിപ്പ് വീഡിയോ വൈറലാക്കി തന്ന ആ സഹോദരന് എൻ്റെ എല്ലാവിധ താങ്ക്സും. ലിപ്സ്റ്റിക്കിൻ്റെ ബാക്കിയുണ്ട്. ഓക്കെ, അത് ഫുള്ള് കണ്ട ലൈവ് കണ്ടിട്ട് അത് സ്ക്രീൻ റെക്കോർഡ് എടുത്തിട്ട് എത്ര പേർക്കാടേ നീ കൊടുത്തത്. അതും എനിക്ക് നെഗറ്റീവ് പറയുന്ന കുറേ എണ്ണത്തിന്. എന്തായാലും ഞാൻ വൈറലായി ഹൈ റേഞ്ച് കയറിയിട്ടുണ്ട്. എന്തായാലും ഇതുവരെയായിട്ട് ഇറങ്ങിയിട്ടില്ല. കാരണം ഓരോരുത്തർ മെൻഷൻ ചെയ്യുന്നുണ്ട്, രേണുസുധി കമന്റിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പം പുതിയത് വന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ലിപ്പ് വീഡിയോ. എനിവേ ഓക്കെ, ഭാഗ്യം ചുണ്ടല്ലേ കടിച്ചുള്ളൂ, വേറൊന്നും കടിക്കായിരുന്ന ഭാഗ്യം. വേറൊന്നും കടിക്കത്തില്ല. രേണുസുധി ചുണ്ട് കടിച്ചപ്പോൾ അത് വൈറലായി.
കടിക്കട്ടേടാന്ന് ചോദിച്ചാൽ പിന്നെ കടിക്കല്ലടോ കുട്ടാന്നല്ലാതെ എന്താടോ കുട്ടാ പറയുക. എനിവേ എന്നെ എന്നെ വീണ്ടും ഏറെ കയറ്റിയതിന് ഒരുപാട് താങ്ക്സ്. അപ്പം എന്താ പറയേണ്ടത്, എങ്ങനെയാ പറയേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊന്നും ധാരണ അല്ലെങ്കിൽ വീട്ടിലെ അപ്പനെയും അമ്മേനെയും പെങ്ങളെയും പെങ്ങളെ ഭർത്താവിനെയും മക്കളെയും മകനെയും വിളിച്ചിരുത്തിയിട്ട് പറയുക ഇങ്ങനെയൊക്കെയാണ് ലൈവിൽ ഞാൻ കാണിച്ചു കൂട്ടുന്നത്, അല്ല ഇതൊക്കെയാണ് എന്റെ സബ്സ്ക്രിപ്ഷൻ വീഡിയോസ്, ശരിയാണോ തെറ്റാണെന്ന് വീട്ടുകാരോട് ആദ്യം ചോദിക്കുക. അവർ ശരി വെച്ച് തരികയാണെങ്കിൽ നിങ്ങൾ കുടുംബത്തോടെ നിങ്ങൾക്ക് എന്ത് പേരായിട്ടെന്നുള്ളത് സൊസൈറ്റി തീരുമാനിച്ചോട്ടെ. അത് അങ്ങനെ പറയാനേ വേണ്ടി പറ്റുള്ളൂ. ഇവരിതൊക്കെ പറയുമ്പോൾ ഇത് ഇവരുടെ ഓവർ കോൺഫിഡൻസ് ആയിട്ടാണ് ഇവർ കാണിക്കുന്നത്. പക്ഷെ ഇതൊക്കെ വെറും മണ്ടത്തരങ്ങളാണ് ഇവർ ഓരോ തവണയും കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ വലിയ സംഭവമാണ്, ഞാൻ വലിയ മാസമാണ്, എനിക്കിതൊന്നും തന്നെ ബാധിക്കുന്ന വിഷയമേ അല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇങ്ങനെ ഒരു വീഡിയോയും കൊണ്ട് സ്റ്റോറി ഇട്ട് വെച്ചേക്കുന്നത്. പക്ഷെ ഇവർ വീണ്ടും നാറിക്കൊണ്ടിരിക്കുക. അത് അവർക്ക് മനസ്സിലാവുന്നില്ല. ആൾക്കാർ അതെടുത്ത് വെച്ച് കളിയാക്കുന്നുണ്ട്, ട്രോളുന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഉണ്ടായിട്ടായിരിക്കുമെന്ന് സാമാന്യ വിവരമുള്ള ആൾക്കാർക്ക് മനസ്സിലാവും. അതില്ലാത്ത ആൾക്കാർ നിങ്ങളെ കൂട്ടുകാരി ശാരിക KB അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഇത് വെറുതെ മെഴുകാൻ വേണ്ടി ഒരു അവസരം മാത്രമായിരിക്കും. അഭിലാഷ് ആ ടൈം നിങ്ങൾക്ക് സപ്പോർട്ടും കൊണ്ടുവരുന്നുണ്ട്. ഇത്ര പെട്ടെന്ന് ചുണ്ട് മുറിഞ്ഞതെല്ലാം ഉണങ്ങി പുള്ളിക്കാരി റിക്കവറായിട്ട് വേറെ ഓരോ സ്ക്രീൻഷോട്ട്സും കാര്യങ്ങളും വീഡിയോസും റീൽസും ഒക്കെ ആയിട്ട് പബ്ലിഷ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. അത് അവരുടെ ആ വഴിക്ക് പൊക്കോട്ടെ. ഒരു വീഡിയോ ഞാനിവിടെ പ്ലേ ചെയ്ത് കാണിക്കാം. ഇത് ഇവരുടെ വസ്ത്ര സ്വാതന്ത്ര്യമാണ്, അതൊക്കെ ശരി, വസ്ത്രം അവരുടെ സ്വാതന്ത്ര്യമാണ്, അവർക്ക് ഇഷ്ടമുള്ള പോലെ വസ്ത്രം ധരിച്ചോട്ടെ, അതിലൊന്നും നമ്മൾ ഇടപെടുന്നില്ല. പക്ഷെ കംഫർട്ട് അല്ല എന്ന് തോന്നുന്ന ഒരു വസ്ത്രം ധരിച്ചിട്ട് അതിങ്ങനെ വലിച്ചും നീക്കിയും ഇനിയിപ്പോൾ പറയാൻ പറ്റില്ല കേട്ടോ. ഇനി ആൾക്കാരുടെ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടി മനഃപൂർവ്വം ഡ്രസ്സ് ശരിയാക്കുന്ന പോലെ ആൾക്കാർ കണ്ടോട്ടെ, ഇതാ ഇവിടെ വയറിത്ര കാണുന്നുണ്ട് അല്ലെങ്കിൽ ഇവിടെ ഞാൻ ബ്രസ്റ്റ് ഇത്ര കാണുന്നുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഡ്രസ്സ് ശരിയാക്കുന്ന പോലെ ആക്ട് ചെയ്യുന്നതാണോ എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്കറിയത്തില്ല. പക്ഷെ അവനവന് കംഫർട്ടബിൾ ആണുള്ള ഡ്രസ്സാണ് ധരിച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരാൾ ആ വസ്ത്രം എടുത്തു വെച്ചിട്ട് ഇങ്ങനെ ഒരു ഒട്ടും സ്യൂട്ട് അല്ലാത്ത പോലെ കംഫർട്ട് അല്ലാത്ത പോലെ ബിഹേവ് ചെയ്യില്ല. ഇവരുടെ മിക്ക വീഡിയോസിലും കാണാൻ വേണ്ടി പറ്റുന്നതാണ് ഒരു ഡ്രസ്സ് വെയർ ചെയ്താൽ തന്നെ അതിലൊട്ടും കംഫർട്ടബിൾ ആയിട്ടല്ല അവർ തന്നെ നിൽക്കുന്നത്, വെറുതെ ഒന്ന് പ്രദർശിപ്പിക്കുകയാണ്. പക്ഷെ അതിനുള്ള കോൺഫിഡൻസ് ടോട്ടലായിട്ട് അവർക്കില്ല എന്നുള്ളത് പല വീഡിയോ കാണുമ്പോഴും നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ ഇവരുടെ ഈ ഒരു വീഡിയോ, ഈ ഒരു ഫോട്ടോ, ഇങ്ങനത്തെ സാധനങ്ങൾ, ഇപ്പം ആ സൈറ്റുകളുടെ പേര്, അതിൽ വരുന്ന വീഡിയോസ്, ചിത്രങ്ങൾ, ഇതെല്ലാം കാണുന്ന സമയത്തുള്ള കിച്ചുവിൻ്റെ അവസ്ഥയും അമ്മരുടെ വീട്ടുകാരുടെ അവസ്ഥയും പോട്ടെ. ഇവരുടെ സഹോദരിക്ക് പെൺകുട്ടിയുണ്ട്, മക്കളുണ്ട്. ഇവരുടെ മകൻ ഋതപ്പന് വളർന്നു വരുന്ന ആൺകുട്ടിയാണ്. സ്വന്തം അമ്മയുടെ പേര്, അമ്മേൻ്റെ ചിത്രങ്ങൾ, വീഡിയോസ്, കാര്യങ്ങളൊക്കെ ഇങ്ങനെ അശ്ലീല സൈറ്റുകളിലും മറ്റും വൾഗറായിട്ട് വേറെ പല രീതിയിൽ പല ഹെഡിങ്സോട് കൂടി ഇങ്ങനെ കാണുന്ന സമയത്ത് ആ കുട്ടിയുടെ മാനസികാവസ്ഥ, മെൻ്റൽ ഹെൽത്തൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യുന്ന സ്ത്രീകൾക്ക് മക്കളുണ്ടെന്നുണ്ടെങ്കിൽ ചൈൽഡ് ലൈനൊക്കെ സ്വമേധയാ കേസ് എടുത്തിട്ട് അങ്ങനെയുള്ള സ്ത്രീകളുടെ അടുത്തുനിന്ന് കുട്ടികളെ മാറ്റി, കുട്ടികൾക്ക് നല്ലൊരു അന്തരീക്ഷം ഉണ്ടാകുന്നതിന് വേണ്ടി അങ്ങനെയുള്ള സ്ത്രീകളുടെ അടുത്ത് കുട്ടികളെ മാറ്റി പാർപ്പിക്കുക, അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ശരിക്കും ഗവൺമെന്റ് ചെയ്യണം. ഇവർ സബ്സ്ക്രിപ്ഷൻ വഴി ഒരു വിധത്തിൽ തുണി അഴിച്ച് മറ്റുള്ളവരെ കാണിച്ച് ഉണ്ടാക്കുന്ന പൈസയും അതിൽ നിന്ന് കിട്ടുന്ന ഫെയിം അല്ലെങ്കിൽ നെഗറ്റിവിറ്റി എല്ലാം ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതി ബാധിക്കുന്നത് ഇവരുടെ ചെറിയ മക്കളെയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ മക്കൾക്ക് വേണ്ടിയിട്ട് ഗവൺമെന്റിൽ എന്തെങ്കിലും ചില നിയമങ്ങളുള്ളത് നല്ലതായിരിക്കും. ഇങ്ങനെ വൃത്തികേട് കാണിക്കുന്ന അമ്മയും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന വീട്ടുകാരാണെങ്കിൽ കുട്ടികളെ സംരക്ഷിതമായിട്ട് നോക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ കുട്ടികൾക്ക് നല്ലൊരു ചുറ്റുപാട് കൊടുക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു സാഹചര്യത്തിലോട്ട് കുട്ടികളെ മാറ്റാൻ വേണ്ടി പ്രോപ്പറായ നിയമം കാര്യങ്ങളൊക്കെ ഒരു വിധത്തിൽ വരുന്നത് തന്നെ നല്ലതാണ്. ശരിയല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കുക എല്ലാവരും. നമ്മളൊക്കെ എല്ലാവർക്കും വീട്ടിൽ മക്കളുണ്ട്. നാളെ നമ്മുടെ പ്രവൃത്തികൾ നമ്മളെ മക്കളോട് ചോദ്യം ചെയ്യപ്പെട്ടാൽ അവരുടെ തല കുനിയുന്ന അവസ്ഥ ആലോചിച്ച് നോക്കുക, അവരുടെ മനസ്സിലുണ്ടാക്കുന്ന മുറിവുകൾ ആലോചിച്ച് നോക്കുക. ഇവർക്കതൊന്നുമല്ല, കുറച്ച് പൈസ എങ്ങനെയെങ്കിലും, ഇത്രയും കാലം പണത്തിൻ്റെ ലഭ്യതക്കുറവുള്ളതുകൊണ്ട് തന്നെ കുറച്ചത് കിട്ടിയപ്പോൾ കണ്ണ് മഞ്ഞളിച്ചു. ഇനി അത് കയ്യിൽ നിന്ന് പോകാതിരിക്കാൻ വേണ്ടി ഈ ലെവൽ വരെ എന്ത് വേണമെങ്കിലും ചെയ്യും എന്നുള്ള ഇതിൽ നിൽക്കുകയാണ്. ഇങ്ങനെയുള്ള ഒരാൾക്കാർക്കാണ് വീടും സ്ഥലവും കൊടുത്തതെന്ന് ഒത്തിരി പേര് ഖേദിക്കുന്നുണ്ടാവും അല്ലേ? അവർക്ക് കൈ കിട്ടിയിട്ട് അവരെന്തിനാണ് ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുക. ഒന്നുമില്ലാത്ത ആൾക്കാർക്കാണ് ഇത് കൊടുത്തതെന്നുണ്ടെങ്കിൽ അവിടെ ഇതുണ്ടായിരുന്നു. ഇവർക്ക് ഒന്നുമില്ലാത്ത അവസ്ഥയെ കൊടുത്തിട്ട് അവരിപ്പോൾ എന്തൊക്കെയോ ആണ്, എങ്ങനെയൊക്കെയോ ആണെന്നുള്ള രീതിയിൽ എന്തൊക്കെയോ ആണ് കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണെങ്കിലും ഈ ഒരു വീഡിയോ ഒക്കെ കണ്ട സമയത്ത് വളരെയധികം പുച്ഛം തോന്നി ഈ സ്ത്രീയോട്. ഒപ്പം തന്നെ ആ കുട്ടീൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ സഹതാപവും തോന്നുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.